രാഷ്ട്രീയ പോര് ഒരു ഭാഗത്ത് മുറുകുമ്പോൾ മറ്റൊരു പോരിന് കൂടി കളം ഒരുങ്ങിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അത് 2020 ലോകകപ്പാണ്. അവിടെ ഇന്ത്യക്ക് അടുത്ത മത്സരങ്ങളിൽ വിജയക്കൊടി പാറിക്കാൻ സാധിക്കുമോ എന്നത് ഇനി വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പ്രത്യേകിച്ച് സിംബാബ്വെക്കെതിരെ ഉള്ള മത്സരങ്ങൾ അടക്കം ഇനി വരാൻ പോകുന്നത് നിർണായകമാണ്. ഒപ്പം ഇനിയുള്ള മത്സരക്രമങ്ങളിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വിജയം എന്നത് മാത്രം ആണോ അനിവാര്യം ആയിട്ടുള്ളത്? അതിനപ്പുറത്ത് റൺ റേറ്റ്, എതിരാളികളെ എത്ര റൺസിന് തോൽപ്പിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള എല്ലാ സാഹചര്യങ്ങളും മുന്നോട്ട് പോക്കിനെ ബാധിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അതിൻ്റെ വിശദാംശങ്ങളുമായിട്ടാണ് ഇപ്പോൾ സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ഹരി ചേരുന്നത്. ഹരി, മികച്ച പ്രകടനം ആയിരുന്നു ആദ്യ റൗണ്ടിൽ ഇന്ത്യ മുന്നോട്ട് വെച്ചത്. എങ്കിലും രണ്ടാമത്തെ റൗണ്ടിലേക്ക് എത്തുമ്പോൾ അങ്ങനെ ആകില്ല സാഹചര്യങ്ങൾ എന്ന് പൊതുവെ നിരീക്ഷിക്കപ്പെട്ടിരുന്നു. കാരണം എതിരാളികൾ ശക്തരാണ് എന്നതുകൊണ്ട് തന്നെ അത് സൂപ്പർ 8-ലെ ആദ്യ പോരാട്ടത്തിൽ തന്നെ വ്യക്തമാവുകയും ചെയ്തു. പക്ഷേ ഈ ഒരു ടീം ഘടനയിൽ മാറ്റമുണ്ടാകേണ്ടതുണ്ട്, താരങ്ങളുടെ പ്രകടനത്തിലും മാറ്റമുണ്ടാകേണ്ടതുണ്ട്. അല്ല എങ്കിൽ പ്രതീക്ഷയ്ക്ക് വകയില്ലല്ലോ. അല്ല, തീർച്ചയായും ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് സ്റ്റേജിൽ 4 മത്സരങ്ങളൊക്കെ കഴിയുമ്പോൾ തന്നെ സ്വാഭാവികമായും പല ടീമുകളും അവരുടെ ടീം ഫോർമേഷൻ സെറ്റ് ചെയ്യും, ഏതൊക്കെ പ്ലെയേഴ്സ് ഏതൊക്കെ രീതിയിലാണ് കളിക്കുക എന്നുള്ളത്. പക്ഷേ ഇപ്പോഴും വേദനാജനകമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യക്ക് ഇപ്പോഴും ആ ഒരു താളം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. മത്സരങ്ങളൊക്കെ ഗ്രൂപ്പ് ഘട്ടത്തിൽ ജയിച്ചു, പക്ഷേ ജയിച്ചത് ആരോടൊപ്പം എന്നത് വളരെ പ്രസക്തമാണ്. ഇപ്പോൾ USA, നമീബിയ, നെതർലൻഡ്സ് പോലുള്ള ടീമുകളോട് ജയിക്കുന്നതൊന്നും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ജയമായതല്ല. നെതർലൻഡ്സിനെതിരെ ജയിച്ചത് വെറും 17 റൺസിന് മാത്രമാണ്. അങ്ങനെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും പാകിസ്ഥാനെ നല്ല രീതിയിൽ മാർജിനിൽ ഡിഫീറ്റ് ചെയ്തു എന്നതും ഗ്രൂപ്പ് ഘട്ടത്തിൽ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട എതിരാളി, ഒരു സൗത്ത് ആഫ്രിക്ക എതിരാളിയായിട്ട് വന്നപ്പോഴേക്കും ഇന്ത്യ അടിമുടി താളം പിഴയ്ക്കുന്നത് കണ്ടു. ടീമിൽ മാറ്റങ്ങൾ സംഭവിച്ചത് നേരെ ചൊവ്വേ വന്നില്ല. വൈസ് ക്യാപ്റ്റനായ അക്സർ പട്ടേലിനെ പോലും ബെഞ്ചിലെടുത്തുന്ന നിലപാട്, സൂര്യകുമാർ യാദവിൻ്റെയും ഗൗതം ഗംഭീറിൻ്റെ ആ നിലപാട് ഇന്ത്യ ഒട്ടാകത്തിനുള്ള ജനത വിമർശിക്കുന്ന ഒരു കാഴ്ചയുണ്ടായി. വൈസ് ക്യാപ്റ്റന് പോലും ടീമിൽ നിലനിൽപ്പില്ലേ എന്നൊരു ചോദ്യം ചോദിക്കേണ്ടി വന്നു. അങ്ങനെ ഒരുപാട് ചോദ്യചിഹ്നങ്ങൾക്കിടയിൽ നിൽക്കുകയാണ് ഇന്ത്യ ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ആ തോൽവി, 76 റൺസിൻ്റെ പരാജയം ഇന്ത്യയെ കൊണ്ട് എത്തിച്ചു നിർത്തുന്നത് സെമി ഫൈനലിൽ പോലും കാണാൻ കഴിയാതെ T20 ലോകകപ്പിൽ നിന്നും പുറത്തേക്ക് പോകാനുള്ള സാഹചര്യമാണ്. ഒരു 50-50 എന്നൊക്കെ നമുക്ക് വിളിക്കാമെങ്കിൽ പോലും സാധ്യത കുറച്ചുകൂടി വിരളമാണ് എന്നത് പറയേണ്ടി വരും. കാരണം നാളെ നടക്കാനിരിക്കുന്ന സൗത്ത് ആഫ്രിക്ക വെസ്റ്റ് ഇൻഡീസ് മത്സരം, ആ മത്സരം തൊട്ട് ഇന്ത്യയുടെ കൗണ്ട് ഡൗൺ ആരംഭിക്കുകയാണ്. ഇന്ത്യയുടെ കളി വൈകിട്ട് 7 മണിക്കാണ്. MA ചിദംബരം സ്റ്റേഡിയം, ചെന്നൈയിലാണ് മത്സരം. പക്ഷേ അതിനു മുമ്പ് ഈ സൗത്ത് ആഫ്രിക്ക വെസ്റ്റ് ഇൻഡീസ് മത്സരത്തിൽ സൗത്ത് ആഫ്രിക്ക ജയിക്കേണ്ടത് ഇന്ത്യൻ ആരാധകരുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയാണ്. ഒരുപക്ഷെ ഇന്ത്യൻ ആരാധകരെല്ലാവരും തന്നെ സൗത്ത് ആഫ്രിക്കൻ ആരാധകരായി ഒരുപക്ഷെ നാളെ വൈകുന്നേരം മാറാം. നാളെ ഉച്ചയ്ക്ക് ശേഷമുള്ള കളിയാണത്. വെസ്റ്റ് ഇൻഡീസ് ആവട്ടെ സിംബാബ്വെയെ 117 റൺസിൻ്റെ മാർജിനിൽ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് നിൽക്കുന്നത്. 107 റൺസിൻ്റെ മാർജിനിൽ പരാജയപ്പെടുത്തിയിട്ടാണ് വെസ്റ്റ് ഇൻഡീസ് വരുന്നത്. വെസ്റ്റ് ഇൻഡീസ് വളരെ ശക്തമായിട്ട് നിൽക്കുകയാണ്. സൗത്ത് ആഫ്രിക്കയും അതേ രീതിയിൽ 76 റൺസിന് ഇന്ത്യ പരാജയപ്പെടുത്തിയതിൻ്റെ മൊമെൻറ്റുമായിട്ടാണ് സൗത്ത് ആഫ്രിക്കയും വരുന്നത്. അപ്പോൾ ഒരു ഗംഭീരമായ മത്സരം പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇന്ത്യക്ക് ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, സൗത്ത് ആഫ്രിക്ക ഈ മത്സരം ജയിക്കുക എന്നുള്ളത്. ഇനി അഥവാ സൗത്ത് ആഫ്രിക്ക ഈ മത്സരം ജയിച്ചില്ല, വെസ്റ്റ് ഇൻഡീസ് ആണ് ജയിക്കുന്നതെങ്കിൽ ഇന്ത്യക്ക് വലിയ തലവേദനയായി മാറും. ഇന്ത്യ സിംബാബ്വെ മത്സരത്തിൽ ഇന്ത്യ കുറഞ്ഞത് ഒരു 100 റൺസ് മാർജിനിലെങ്കിലും ജയിക്കണം. കാരണം നിലവിൽ ഇന്ത്യയുടെ നെറ്റ് റൺ റേറ്റ് -3 ആണ്, സൗത്ത് ആഫ്രിക്കയുടെ നെറ്റ് റൺ റേറ്റ് +3 ആണ്. ടേബിളിൽ ടോപ്പായി നിൽക്കുന്ന വെസ്റ്റ് ഇൻഡീസിൻ്റെ നെറ്റ് റൺ റേറ്റ് +5 ആണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ സൗത്ത് ആഫ്രിക്ക വെസ്റ്റ് ഇൻഡീസിനെ പരാജയപ്പെടുത്തിയാൽ വെസ്റ്റ് ഇൻഡീസിൻ്റെ റൺ റേറ്റ് കുറയും, സൗത്ത് ആഫ്രിക്കയുടെ റൺ റേറ്റ് കൂടും. ഇന്ത്യ സിംബാബ്വെ മത്സരത്തിൽ 100 റൺസിന് മുകളിൽ സിംബാബ്വെ ഇന്ത്യ പരാജയപ്പെടുത്തിയാൽ മാത്രമേ ഇന്ത്യയുടെ നെറ്റ് റൺ റേറ്റ് മൈനസിൽ നിന്ന് പ്ലസിലേക്ക് മാറാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ടോസ് നേടിയതിന് ശേഷം ഇന്ത്യ ഒരുപക്ഷെ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ തന്നെ സിംബാബ്വെ ഒരു 100 റൺസിന് മാർജിനിൽ ഡിഫീറ്റ് ചെയ്യണം. ഇനി അഥവാ സിംബാബ്വെ ആണ് ആദ്യം ബാറ്റ് ചെയ്യുന്നതെങ്കിൽ പോലും ഇന്ത്യക്ക് അതിൻ്റേതായ കണക്കുകളുണ്ട്. ഇപ്പോൾ സിംബാബ്വെ 151 ഒതുക്കിയാൽ ഇന്ത്യ അത് 11 ഓവറിനുള്ളിൽ ചേസ് ഡൗൺ ചെയ്താൽ മാത്രമേ ഇതുപോലെ പ്ലസ് കിട്ടുള്ളൂ. അതായത് 11 ഓവറിൽ 151 ചേസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഹിമാലയൻ ടാസ്ക്കാണ്. ആ ടാസ്കിന് നിലവിൽ ഇന്ത്യൻ ടീം സെറ്റാണെന്നുള്ള വലിയ ചോദ്യം കൊണ്ടിരിക്കും. കാരണം ടോപ്പ് ഓർഡർ തിളങ്ങുന്നില്ല. അഭിഷേക് ശർമ്മ ഡക്ക് ആവുകയാണെങ്കിൽ ഇഷൻ കിഷൻ തിളങ്ങും, ഇഷൻ കിഷൻ ഡക്ക് ആവുകയാണെങ്കിൽ അഭിഷേക് ശർമ്മയെ മറുഭാഗത്ത് പെർഫോം ചെയ്യാതെ നിൽക്കുന്നു. ഇന്ന 3 നിൽക്കുന്ന തിലക് വർമ്മയ്ക്ക് ഒരു തളത്തിലും താളം കണ്ടെത്താൻ സാധിക്കുന്നില്ല. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. ഒരു മിഡിൽ ഓർഡറിൽ നിൽക്കുന്ന ഹാർദിക് പാണ്ഡ്യയും ശിവം ദൂബെയുമാണ് 2 മത്സരങ്ങളിലായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത്. റിങ്കു സിംഗ് ആവട്ടെ ഇപ്പോൾ തിരിച്ച് നാട്ടിലേക്ക് പോയിരിക്കുന്നു. കളിച്ച കളികളിലൊന്നും തന്നെ റിങ്കുവിന് ബാറ്റിൽ പെർഫോം ചെയ്യാൻ സാധിച്ചില്ല, പക്ഷേ ഫീൽഡിംഗിൽ അതിഗംഭീരമായിരുന്നു. വരുൺ ചക്രവർത്തിയുടെ കാര്യവും ബൗളിംഗ് ടീമിൻ്റെ കാര്യം പറയുമ്പോൾ പോലും അങ്ങും ഇങ്ങും താളം പിഴച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇന്ത്യൻ ടീം. അങ്ങനെ ആകെ മൊത്തത്തിൽ ചേഞ്ചസ് വളരെയധികം അത്യാവശ്യമാണ്. ഡ്രസ്സിംഗ് റൂമിലും സ്ഥിതി വളരെയധികം വിപരീതവുമായി നിൽക്കുന്നു. അതുകൊണ്ട് ഇന്ത്യക്ക്
ജയത്തെക്കാൾ ഉപരി മറ്റ് ടീമുകളുടെ റിസൾട്ട്, അതായത് സൗത്ത് ആഫ്രിക്ക വെസ്റ്റ് ഇൻഡീസ് റിസൾട്ടും വേണം, അതോടൊപ്പം തന്നെ ഇന്ത്യക്ക് വലിയ മാർജിനിൽ ജയിച്ചാൽ മാത്രമേ ഈ T20 ലോകകപ്പിൽ അതായത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ടീം ഘടനയിൽ ചില മാറ്റങ്ങൾ അനിവാര്യമാണ് എന്നുള്ളത്, ഒപ്പം മറ്റ് ടീമുകളുടെ ജയപരാജയങ്ങൾ പോലും ഇന്ത്യയുടെ മുന്നോട്ടു പോക്കിനെ നിർണ്ണയിക്കും എന്ന സാഹചര്യം ആണ് ഇപ്പോൾ ഉള്ളത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.